ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എത്രയൊക്കെ സ്ത്രീ സമത്വം പറഞ്ഞാലും നമ്മൾ ലേഡീസ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് കിച്ചണിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ കിച്ചണും ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റെഡി ആവാനും നമ്മൾ ഹാപ്പി ആവാനും വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, കിച്ചൺ എങ്ങനെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കൊണ്ടെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഞാനതിനു വേണ്ടി ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇങ്ങനൊരു ചാനലുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്നൊക്കെ മറ്റുള്ളവരെ കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യമാണ്, കിച്ചൺ നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കുക. കാരണം അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞ് നല്ലൊരു നീറ്റായിട്ടുള്ള കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സമാധാനമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു കിച്ചൺ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണോ കാണാൻ താല്പര്യം, നമ്മുടെ ഈസി വേ, നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്താലാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുന്നുള്ളതൊക്കെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അവരവരുടെ രീതിയിൽ കിച്ചണൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഹോം സെൻറ്ററിൽ പോയ സമയത്ത് ഓഫറിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോം സെൻറ്ററിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കാറുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം നല്ല കോസ്റ്റ്ലിയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതുപോലെ ഓഫറിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കാം കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതുപോലെയുള്ള ഈ രണ്ടൊരു വെയ്സാണ് എടുത്തിട്ടോ, ഫ്ലവർ വെയ്സ് പോലത്തെ ഈ ഒരു സംഭവം, ഒരു ഫ്ലവർ പോട്ടോ എന്തോ പ്ലാസ്റ്റിക്കാണ് ഐറ്റം, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. അതിന് ജസ്റ്റ് 39 രൂപ കേട്ടോ ഒന്നിന് വരുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ട് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് നേരെ വലിയ സൈസ് വരുന്നുണ്ട്, അതിന് 99 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയ സൈസ് 2 അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം, ഇത് മൊത്തത്തിൽ 3 കൂടിയും 350 അങ്ങനെ എന്തോ ആണ് വന്നത്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഓൾറെഡി ആവശ്യമുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ആദ്യം ഉള്ളത് ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സെറാമിക്കിൻ്റെ വിത്ത് വുഡൻ ലിഡ് ടൈപ്പായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് വെക്കുമ്പം ഉപ്പ് അലിഞ്ഞ് പോവുക, പഞ്ചസാരയിൽ ഉറുമ്പ് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് മാറ്റണം എന്ന് ഒരുപാട് കാലമായിട്ട് വിചാരിക്കുകയാണ്. അതിൽ ഞാനിപ്പോൾ അത് ഇട്ട് വെക്കാറുമില്ല. അപ്പോൾ എനിക്കിങ്ങനെ 2 കിച്ചൺ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല, എല്ലാം ഹാൻഡി ആയിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നപ്പം ഓഫറിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ ക്യൂട്ട് ഐറ്റംസൊക്കെ ഓഫറിൽ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽസൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഏത് സാധനം വാങ്ങിയാലും ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഫസ്റ്റ് ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കിച്ചണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ. അപ്പം പാത്രം കഴുകി കഴിയുമ്പം അത് ഡയറക്റ്റ് നമ്മൾ കൗണ്ടർ ടോപ്പമ്മൽ വെക്കുക, അല്ലെങ്കിൽ ഈ ഹാങ് ചെയ്തുന്ന സ്റ്റീൽ റാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തട്ടിയിട്ട് കൗണ്ടർ ടോപ്പും ചീത്താവും, അതുപോലെ തന്നെ ആ ഒരു റാക്കൊക്കെ തുരുമ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു ഡ്രൈയിങ് പാഡാണ്. ഇത് ഐക്യൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് പൊട്ടുന്നതൊക്കെ നമുക്ക് ബാസ്ക്കറ്റിലാക്കാൻ പറ്റാത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. പിന്നെ രണ്ടാമത്തത് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സിങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡിഷ് ഡ്രൈയിങ് റാക്കുകൾ കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ സിങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് പോയിട്ട് ഇതുപോലെ നമ്മൾ കുടിക്കാനെടുക്കുന്ന ഗ്ലാസ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ, അതൊക്കെ നമുക്ക് അതിൽ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഈ ഒരു ഡിഷ് ഡ്രൈയിങ് റാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ പാത്രങ്ങൾ മൊത്തം കഴുകിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം മൊത്തം പോയിട്ടുണ്ടാവും. അതിന് ശേഷം തുടച്ചിട്ടോ അല്ലെങ്കിൽ മൊത്തം ഉണങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ച് അതതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കാൻ വേണ്ടി പറ്റും. വെള്ളം ഇതുപോലെ ഇങ്ങനെ അടിയിൽ നമുക്ക് ഈ ഒരു ട്രേയിൽ ഇങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ട് അത് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് തിരിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ.
പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, എപ്പം പാത്രം കഴുകി കഴിഞ്ഞാലും ഞാൻ ആ സിങ്ക് പാത്രം കഴുകുന്ന ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിടും കേട്ടോ. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടുള്ളൂ. നല്ല ഡീപ്പായിട്ട് ഞാൻ ദിവസം ഒരു പ്രാവശ്യം, ഒന്നുകിൽ ഉച്ചയ്ക്ക് 5 കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന സമയത്ത്, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈമിലാണ് ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷ്, ചിക്കൻ അങ്ങനത്തെ ഒക്കെ ആ ഒരു സിങ്കിലിട്ട് കഴുകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത്. അപ്പോൾ അല്ലാത്ത സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിങ്ക് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ തുരുമ്പിടിക്കുന്ന പ്രശ്നം, എച്ചിൽ പിടിക്കുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സിങ്ക് പോലെ തന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും നമുക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ഞാൻ ഇതുപോലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എപ്പോഴും ഞാൻ അടുത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആകുമ്പോൾ ഒന്നുകൂടി വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് കോട്ടൺ ക്ലോത്തോ, അതെല്ലാം നമ്മളെ കുട്ടികളുടെ തന്നെ ഒഴിവാക്കുന്ന പഴയ ഡ്രസ്സുകൾ ഉണ്ടാവും, ചെറിയ മക്കളതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ പോലത്തത്, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊരു സജഷൻ പറയുന്നത് എന്താ വെച്ചാൽ, ഏത് തുണി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അത് അതുപോലെ യൂസ് ചെയ്ത്, ഇപ്പോൾ ചെറിയ ട്രൗസർ, ബനിയനൊക്കെ നമ്മൾ കുട്ടികളുടെ ഒഴിവാക്കിയതെടുക്കും. പക്ഷെ അത് അതുപോലെ യൂസ് ചെയ്യുന്നതിന് പകരം സ്ക്വയർ പീസസോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പീസസോ ഒക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവും. അതല്ലാതെ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നല്ലോ കേട്ടോ. അപ്പോൾ ഇതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാട്ടോ. അങ്ങനെ ഒരുപാട് പ്രൈസൊന്നും ഇല്ല. ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡിമാർട്ട്, കുറച്ച് മുന്നേ കോയമ്പത്തൂർ ഡിമാർട്ട് പോയ സമയത്താട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല ഓഫറിൽ കിട്ടും. അപ്പോൾ ഡിമാർട്ട് ഞാൻ പോയിട്ടുള്ളത് കോയമ്പത്തൂരും ബാംഗ്ലൂരാണ്, കേരളത്തിൽ എവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ക്ലോത്ത് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 4 പീസിന് വരുന്നത് 99 റുപ്പീസാട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൈക്രോ ഫൈബർ ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ്. കാരണം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടച്ച് കഴിയുമ്പോൾ അതിൻ്റെ പാടുകൾ അതും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവം കേട്ടോ. ഇതിന് 50 രൂപേൻ്റെ താഴെ അങ്ങനെ എന്തോ 49 അങ്ങനെ എന്തോ ആണ്. ഇത് നമുക്ക് കൈ തുടയ്ക്കാൻ, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഉണങ്ങിയതിൽ എന്തെങ്കിലും ജസ്റ്റ് വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടയ്ക്കാൻ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത കേട്ടോ. അപ്പോൾ ഇതേ ഐറ്റംസ് നമുക്ക് മിനിസോയിലൊക്കെ അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടി കാണാൻ ക്യൂട്ടാണ്. അതുപോലെ തന്നെ അതിന് പ്രൈസും കുറച്ച് കൂടുതലാണ് കേട്ടോ. അവിടെ മിനിസോയിൽ ഞാൻ കണ്ടതിന് ഒരു 150-200 അറൗണ്ടൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മുടെ സിങ്ക് ഏരിയേൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ അതുപോലെ ക്ലീനിങ്ങിനുള്ള ആ ബ്രഷും കാര്യങ്ങളൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ അതിലേക്ക് തന്നെ ഇറ്റ് വീഴുകയും ചെയ്യും. പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിനെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു പൈപ്പിൻ്റെ സൈഡിലായിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചാൽ ഒന്നുകൂടി നീറ്റായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങൾ ഈ ഒരു ഡിഷ് റാക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുക എന്നുള്ളതാട്ടോ. ഇതെനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിത് ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാത്രങ്ങൾ നമുക്ക് കഴുകാനും അത് വെക്കാനും കഴിയില്ല. അങ്ങനെ മൊത്തത്തിൽ മെസ്സായിട്ട് കിച്ചൻ്റെ താളം തന്നെ തെറ്റി പോകുന്ന അവസ്ഥയായിട്ട് ഉണ്ടായത്. അപ്പോൾ ഞാനിത് മാക്സിമം രാവിലെ കിച്ചണിലേക്ക് വന്ന ഉടനെ തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കേട്ടോ. അഥവാ ഒന്ന് വിട്ടു പോയാൽ അന്നത്തെ ദിവസം അതുമ്പോൾ തന്നെ കളിക്കേണ്ടി വരും. പിന്നെ ഇത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ സ്ഥലത്തേക്ക് ഓരോന്ന് ഭാഗിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ പിന്നെ അവിടെ കാണുമ്പോൾ പെട്ടെന്ന് നേരെ അതിൻ്റെ താഴെയുള്ള കബോർഡിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാത്രം എടുത്ത് വെക്കുമ്പോൾ തന്നെ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അത് കാണുമ്പോൾ എന്തായാലും എടുത്ത് വെക്കാണ്ടിരിക്കാൻ തോന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച് പോകും കേട്ടോ. പിന്നത്തെ ഒരു കാര്യമാണ്, നമുക്ക് കിച്ചണിൽ എപ്പോഴും ഇതുപോലെ പാല്, ചായ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുക്കറിലൊക്കെ കറി ഒക്കെ ഇങ്ങനെ തെറിച്ച് പോവും. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കാണുമ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുള്ളത് അതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അത് പിന്നത്തേക്ക് വെച്ചാൽ അവിടെ കിടന്നിട്ട് അത് നമുക്ക് ഇരട്ടി പണി തരുകയുള്ളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ പറ്റുന്ന രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ഈ ഒരു പാത്രം, ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്. അപ്പോൾ ഇതൊരു ചെറിയൊരു
ഹാൻഡി ആയിട്ടുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ഒരു വെജിറ്റബിൾസിൻ്റെ പീൽസും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാസ്ക്കറ്റ് വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനത്തെ തൈരിൻ്റെ പാത്രം അതുപോലെ തന്നെ പഴയ നമ്മുടെ എന്താ പറയുക പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ചെറുതുണ്ടാവും, അതൊക്കെ എടുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഇങ്ങനെ സ്മെല്ലടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ലിഡുള്ളത് നോക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ മറ്റൊരു കാര്യമാണ്, കുക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള പാത്രങ്ങൾ കഴുകി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കഴുകി വെക്കുക. അത് കഴിഞ്ഞാൽ ആ ഒരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് അതും എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ സ്റ്റവ് നിർബന്ധമായിട്ടും ഓരോ പ്രാവശ്യം നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴും ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. അഥവാ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റവ് പറ്റ മോശമായി പോകും കേട്ടോ. അതിൽ ഒരുപാട് പാടുകളും അതുപോലെ തന്നെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഭയങ്കര മോശമായിട്ട് പോകും. പിന്നെ ഞാൻ എടുക്കുന്ന മറ്റൊരു ട്രിക്കാട്ടത്, ഒരു ദിവസം നമ്മൾ കുക്കിങ്ങിന് ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ കുക്ക് ചെയ്യാനൊരു പാത്രം എടുത്താൽ അതേ സെയിം പാത്രം വെച്ചിട്ട് തന്നെ ഞാൻ മാക്സിമം അന്നത്തെ ദിവസം കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. കഴുകി വെച്ച ആ ഒരു ഡിഷ് റാക്കിൽ തന്നെ നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് ബാക്കിയുള്ളതായാലും അതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സിലേക്കൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ കാണാനൊരു നീറ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ അത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ഐറ്റം തീർന്നു കഴിഞ്ഞാലും അതിൻ്റെ പാത്രം ഞാൻ കഴുകി ഉണക്കിയിട്ടാണ് പിന്നീട് അതിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ. കാരണം ഒന്നാമത് നമ്മൾ ഗ്ലാസ് ബോട്ടിൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ടാവും, നമ്മളിങ്ങനെ പിടിക്കുന്ന കൈയും ആവുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഓരോ പ്രാവശ്യം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് പിന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു നീറ്റുമാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഈ വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുക എന്നുള്ള പരിപാടി അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഇനി ഡെയിലി ക്ലീനിങ്ങിൻ്റെ കൂടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ അത് അടുത്തത് ഞാൻ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ക്ലീനിങ്, അതായത് നമ്മൾ അടിച്ചു വാരലും തുടക്കലൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു കബേർഡ്സും കാര്യങ്ങളൊക്കെ ഒരു തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കും. എന്നും എല്ലാ ഭാഗവും വൈപ്പ് ചെയ്യുന്നതല്ല, ഓരോ ദിവസം ഓരോ ഭാഗമായിട്ട് വൈപ്പ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പൊടി അങ്ങനത്തെ ഉള്ളതൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. പിന്നെ ഇതിലൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കൈത്തൊട്ട പാടുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു മാറ്റ് ഫിനിഷാണ് എൻ്റെ ഒരു ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആ ഒരു പാടുകൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്ലോസി ഫിനിഷ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ, പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഡൈനിങ് ടേബിളും കിച്ചണൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള ആമ്പൽപ്പൂക്കളാണ്, അതൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ട്, ഒരു 5-6 ദിവസമൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് അതിന് പകരം ഞാൻ ഈ ഒരു ഫ്രെയിമും അതുപോലെ തന്നെ ഒരു ഫ്ലവർ വേസും വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഞാൻ ഹസ്ബൻഡിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ അതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫ്ലവർ വേസും ഉണ്ട് കേട്ടോ. ഫ്ലവർ വേസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഫ്ലവേഴ്സും വേസും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചാൽ കേട്ടോ. പ്രൈസ് കറക്റ്റ് ഓർമ്മയില്ല, കാരണം വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചധികം കാലമായിട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതിന് താഴെ ഇപ്പം തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അടുത്തത് കിച്ചണിലേക്ക് എടുക്കുകയാണ്. അവിടെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഫ്ലാസ്ക്കാണ് ഇവിടുന്ന് മാറ്റുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലാസ്ക് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യലില്ല, അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം ഈ ഒരു കെറ്റിലും ഞാൻ ഇവിടുന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്ന ഒരു കോർണർ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊന്നും അങ്ങനെ മാറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ ഓയിലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ആണിത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ആ ഒരു സ്ലിപ്പ് മാറ്റ് ഉണ്ടല്ലോ, ആൻറ്റി സ്ലിപ്പ് മാറ്റ്, അത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ അടിഭാഗത്തൊക്കെ ഓയിലായിട്ട് അങ്ങനെ അതിൻ്റെ ഡിസൈനൊക്കെ പോയിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ അന്ന് വെള്ളത്തിൽ ടച്ച് ഈ ഒരു പ്ലാന്റിന് വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ആദ്യം പ്ലാന്റ് വെച്ച് നോക്കും, പിന്നെ ആ ഒരു വേസിൽ ഞാൻ നേരത്തെ ആ സ്പൂൺ സെറ്റൊക്കെ വെച്ച് നോക്കി. പക്ഷേ അങ്ങനെ കൊണ്ട് ശരിയായി വരുന്നില്ല. എന്തായാലും ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നിങ്ങനെ വെച്ച് നോക്കി നമുക്ക് മനസ്സിന് തൃപ്തിയാവുന്ന സമയത്ത് മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളേ. അപ്പോൾ ഇതങ്ങനെയാണ് ഫൈനലായിട്ട് ആ ഒരു കോർണർ ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച ബോട്ടിൽസും അതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ബോട്ടിൽസൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അന്ന് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അത് ചീത്തയായി പോയിട്ടുണ്ട്, അത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഇതിലാണ് ഞാൻ നേരത്തെ ഉപ്പും പഞ്ചസാര ഇട്ട് വെച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ വെറുതെ ഷോ ആയിട്ട് വെക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മൾ കുരുമുളക്, പിന്നെ ഡ്രൈ സ്പൈസസ് ഉണ്ടല്ലോ, ഹോൾ സ്പൈസസ്. അപ്പോൾ അത് രണ്ടും അതിലേക്കാക്കിയിട്ട് വെക്കാമെന്ന് കരുതി. അതിനേതായാലും അത്ര ഒരു എന്താ പറയുക, ഉറുമ്പരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ലല്ലോ. ഇനി ഇതാ വർക്ക് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്തിട്ട് ഒരു മേക്ക് ഓവർ നടത്താമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് അതെങ്ങനെ വെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ എനിക്ക് അത്ര ഒരു തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഇനി ഇതുപോലെ ഒരു ഹുക്ക് എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ കൈ തുടയ്ക്കാനെന്നൊക്കെ പറഞ്ഞേ, അപ്പോൾ അതൊന്ന് ഹാങ് ചെയ്തിടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.